നമുക്ക് ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷന് എക്സാം സെന്ററുകളൊക്കെ പെട്ടെന്ന് ഫില്ലായി പോകും. നമ്മുടെ എല്ലാ ആഗ്രഹം എന്താണ്? നമ്മുടെ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു തരും, അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഒരുപാട് ആളുകളുടെ സംശയമാണ്, മിസ് കോട്ടയം ജില്ല അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലൊക്കെ ആണല്ലോ നിങ്ങളുടെ സെന്ററും കാര്യങ്ങളും വരുന്നത്. ഞങ്ങൾ ഇന്ന ജില്ലയിലാണ്, അപ്പൊ ഞങ്ങൾക്ക് മിസ്സിന്റെ അടുത്ത് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് എന്റെ അടുത്ത് അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരും. പരീക്ഷ എഴുതുന്നത് മാത്രം നിങ്ങളുടെ ജില്ലയിലായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഇവിടുന്ന് തരും. നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ജില്ലയിൽ നമ്മൾ അലോട്ട് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ജില്ലയിലാണ് പരീക്ഷാ കേന്ദ്രം. നമ്മുടെ NIOS +2 ആയാലും 10th ആണെങ്കിലും ഇതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഈ ഒരു NIOS 10th അല്ലെങ്കിൽ +2 ചെയ്യാൻ പറ്റും. പക്ഷേ 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് നടക്കുന്നത്. അതായത് 2026 ഏപ്രിൽ മാസത്തിലാണ് NIOS SSLC +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് തിയറി പരീക്ഷ ആരംഭിക്കുന്നത്. 3 ഗ്രൂപ്പുകൾ നമുക്ക് ഇവിടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ബാച്ചും ഉണ്ട് കേട്ടോ. കൊമേഴ്സും ഉണ്ട്, ഹ്യൂമാനിറ്റീസും ഉണ്ട്, സയൻസും ഉണ്ട്. അപ്പൊ നമ്മുടെ ഓഫീസിലേക്ക് ഗൈഡുകൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് വരുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് ഡയറക്റ്റ് വന്നാൽ മതി. പക്ഷെ എന്നെ ഒന്ന് മുന്നേ നേരത്തെ പറഞ്ഞേക്കണം. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ NIOSന്റെ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകളാണ് NIOS വഴി SSLC അല്ലെങ്കിൽ +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്താൽ LB അക്കാദമി ഓൺലൈൻ ക്ലാസിനെ സമീപിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി, അതായത് NIOSൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള NIOS SSLC +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഏത് വിഷയമാണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ വിഷയങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ NIOSന്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നത് 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ളതാണോ 2025 ഒക്ടോബർ ബാച്ചിലേക്കുള്ളതാണോ? ഒരുപാട് ആളുകളുടെ സംശയമാണ് അല്ലെ. ഇപ്പോൾ നമ്മുടെ NIOSൽ അഡ്മിഷൻ നടക്കുന്നത് NIOS 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് കേട്ടോ. ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്നത്, മിസ് ഈ ഒരു ബാച്ചിൽ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക, ഒക്ടോബറിൽ പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. നമുക്ക് ഏതൊരു ബാച്ച് ആണെങ്കിലും ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷന് ഒരു പ്രത്യേക ഒരു ടൈം ഉണ്ടാവും. ആ ഒരു ടൈമിലാണ് നമ്മൾ അഡ്മിഷനും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ചിലേക്കായി പോകും എന്നുള്ള കാര്യം ആളുകൾ മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ആളുകൾ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം എന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് ആഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഗവൺമെന്റിന്റെ ആണ്. സോ ഇതിന് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒന്നും ഈ ഒരു ബാച്ചിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ കറക്റ്റ് ഓരോ ബാച്ചിന്റെ അഡ്മിഷന്റെ ടൈം ആകുമ്പോൾ അത് മനസ്സിലാക്കി ആ ഒരു ടൈമിൽ തന്നെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ എൻക്വയറി ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളും ചെയ്യാനായിട്ട് നോക്കുക. നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത്. അതായത് ആ ബാച്ച് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നീട്ടിക്കൊണ്ട് പോകും. അഡ്മിഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ബാച്ചിലാക്കി തരണമെന്ന് പറയും. പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു നിശ്ചിത സമയമുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മൾ അഡ്മിഷനും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ നിലവിൽ 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് നടക്കുന്നത്. അതായത് 2026 ഏപ്രിൽ മാസത്തിലാണ് NIOS SSLC +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് തിയറി പരീക്ഷ ആരംഭിക്കുന്നത്. അപ്പൊ ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. അഡ്മിഷൻ നടക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏത് മാസമൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മെയ് മാസമാണ്. ജൂൺ ജൂലൈ മാസം വരെ നമുക്ക് ഫൈൻ ഇല്ല. അപ്പൊ ജൂലൈ ഒരു 15-നൊക്കെ മുൻപായിട്ട് തന്നെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കും. ഇപ്പൊ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ തനിയെ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാൻ നമ്മളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്നെ വിളിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിവിടെ ഞാൻ നിശ്ചിത സമയം പറയാം. ആ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നാൽ മതി. അപ്പൊ നമ്മൾ
ഇവിടുന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, അഡ്മിഷന്റെ കാര്യം ഞാൻ പറഞ്ഞു, രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ജൂൺ ജൂലൈ മാസം വരെയാണ് നമുക്ക് ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷന്. എക്സാം സെന്ററുകളൊക്കെ പെട്ടെന്ന് ഫില്ലായി പോകും. നമ്മുടെ എല്ലാ ആഗ്രഹം എന്താണ്? നമ്മുടെ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു തരും, അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഒരുപാട് ആളുകളുടെ സംശയമാണ്, മിസ് കോട്ടയം ജില്ല അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലൊക്കെ ആണല്ലോ നിങ്ങളുടെ സെന്ററും കാര്യങ്ങളും വരുന്നത്, ഞങ്ങൾ ഇന്ന ജില്ലയിലാണ്, അപ്പൊ ഞങ്ങൾക്ക് മിസ്സിന്റെ അടുത്ത് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് എന്റെ അടുത്ത് അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരും. പരീക്ഷ എഴുതുന്നത് മാത്രം നിങ്ങളുടെ ജില്ലയിലായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഇവിടുന്ന് തരും. നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ജില്ലയിൽ നമ്മൾ അലോട്ട് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ജില്ലയിലാണ് പരീക്ഷാ കേന്ദ്രം. അതിന് വേണ്ടിയിട്ട് എന്റെ അടുത്തേക്ക് വരേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കിയേ, നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ NIOS +2 NIOS 10ന്റെ അഡ്മിഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മളിവിടെ പോകുന്നതെന്നുള്ളത്. NIOS +2 കാർക്കും NIOS 10th കാർക്കും നമ്മളിവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് NIOS +2ന്റെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, അതായത് ഈ 3 ഗ്രൂപ്പുകൾ നമുക്ക് ഇവിടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ബാച്ചും ഉണ്ട് കേട്ടോ. കൊമേഴ്സും ഉണ്ട്, ഹ്യൂമാനിറ്റീസും ഉണ്ട്, സയൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾ കൊമേഴ്സ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കൊമേഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാം. ഹ്യൂമാനിറ്റീസിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ദെൻ സയൻസിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സയൻസ് ഗ്രൂപ്പിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ട്. സോ സയൻസ് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ NIOS 10th ആണ്. 10ാം ക്ലാസ് സ്റ്റുഡൻസിന് നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഈ 10ാം ക്ലാസ്സുകാരാണെങ്കിൽ നിങ്ങളിപ്പം ചില പേരൻസ് എന്നോട് ചോദിക്കുന്നുണ്ട്, മിസ്സേ 10ാം ക്ലാസ് എന്റെ മോനെ അല്ലെങ്കിൽ മോളെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് +1 +2 സാധാരണ എനിക്ക് സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോർഡുകൾ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? എന്റെ കുട്ടിയെ ഞാൻ +1 +2 ആയിട്ടുള്ള രീതിയിലാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. യാതൊരു കുഴപ്പമില്ല, കുട്ടിയെ നമുക്ക് 10ാം ക്ലാസ് ഇവിടെ ചെയ്യിപ്പിക്കാം. അതിനുശേഷം +1ഉം +2ഉം നമുക്ക് സാധാരണ ഏത് ബോർഡാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ബോർഡിൽ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസ് നമ്മൾ ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ക്ലാസ്സസും രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ 10ാം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ച് തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഇവിടെ എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ NIOS +2ന്റെ 10ാം ക്ലാസ്സിന്റെ ക്ലാസ്സുകൾ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. ഇനി ക്ലാസ്സസ് എപ്രകാരമാണ് എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സംശയമാണ്. നമ്മുടെ ക്ലാസ് എപ്രകാരമാണെന്ന്. നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. ലൈവ് എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നടത്തുന്നത്. ഈ ലൈവ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും. ഡെയിലി ക്ലാസ്സസ് എടുത്തു തരും. ഓക്കെ, അപ്പൊ അത് രാത്രിയിലാണ് കേട്ടോ ക്ലാസ്സസ്. നൈറ്റ് ക്ലാസ് ആണ്. 7 to 8, 8 to 9 അങ്ങനെയുള്ള ടൈം. അത് എല്ലാ ദിവസവും, അതായത് കണ്ടിന്യൂസ് നമുക്ക് 7 തൊട്ട് 11 വരെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഒരു ടൈം ഒക്കെ മാനേജ് ചെയ്യുക, അതായത് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു ഫിക്സഡ് ടൈം ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ടൈം ടേബിൾ അനുസരിച്ചാണ് ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയത്തിന്റെ ക്ലാസ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ 2 വിഷയത്തിന്റെ ക്ലാസ്സുകൾ വരും. അപ്പൊ അത് നിങ്ങളുടെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ടാണ് ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് അതത് വിഷയത്തിന്റെ ടൈം ടേബിൾ നമ്മൾ ഫോർവേഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ദിവസം ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ വരുന്നത്, ക്ലാസ്സിന്റെ ടൈം എപ്രകാരമാണ് എന്നുള്ളത്. അപ്പം ലൈവ് ക്ലാസ് നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് എടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു 10 ടീച്ചേഴ്സോടുണ്ട്. ആ 10 ടീച്ചർമാരും എന്തിനാന്ന് വെച്ചാൽ ടീച്ചേഴ്സും സാറുമാരും. ഓക്കെ, 10 ടീച്ചേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിവിധ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്കിൽ പോലും മാക്സിമം സബ്ജക്റ്റുകൾ ഞാനും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 100% ഉറപ്പോടുകൂടി LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സുകൾ. അപ്പൊ എന്നോട് ചിലർ ചോദിക്കുന്നുണ്ട്, മിസ്സേ ആപ്പ് വഴിയാണോ ക്ലാസ്സുകൾ? ആപ്പ് വഴി വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ആപ്പ് വേണ്ട എന്ന് പറയുന്നുണ്ട്. ആപ്പ് വഴിയല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡ് സെഷൻ ആണ്. ആ റെക്കോർഡ് സെക്ഷന്റെ ലൈവ് ക്ലാസിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പൊ ആ ലിങ്ക് അനുസരിച്ച് നിങ്ങൾ റെക്കോർഡ് സെഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആപ്പ് വഴിയുള്ള ക്ലാസ്സുകളൊന്നും അല്ല, അങ്ങനെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ആ ലൈവില് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്ലാസ് റെക്കോർഡ് സെഷൻ ആണ്. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് അത് ഡൗൺലോഡ്
ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പൊ റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ട്. ഓക്കെ, NIOS അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ 6 മാസത്തെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിലും 6 മാസത്തിനുള്ളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത്? അസൈൻമെന്റ് ഉണ്ട്, പ്രാക്ടിക്കൽ റെക്കോർഡുകളുണ്ട് അല്ലെ, അതുപോലെ നമ്മുടെ നോട്ട്സ്, ഗൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം അല്ലെ. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അസൈൻമെന്റ് പ്രോജക്ട് എല്ലാ അക്കാദമിക് സെഷനിലുള്ളതാണ്. ഓരോ അക്കാദമിക് സെഷനിലുള്ള കറക്റ്റ് അസൈൻമെന്റ് പ്രോജക്ട് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്ത അസൈൻമെന്റ് പ്രോജക്ട് നിങ്ങൾക്ക് നൽകും കേട്ടോ. അപ്പൊ അത് നോക്കി ഒന്ന് എഴുതുക. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ഇവിടെ നൽകും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അസൈൻമെന്റ് പ്രോജക്റ്റ് എഴുതി നമ്മളിലേക്ക് തന്നെ അത് അയച്ചു തരാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളാണ് ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ, അതായത് നിങ്ങളിപ്പോ സയൻസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലൊക്കെ സയൻസും മാത്സും ഒക്കെ നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് പ്രാക്ടിക്കൽ റെക്കോർഡുകൾ സോൾവ്ഡ് ആയിട്ടുള്ള തരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ റെക്കോർഡ് ബുക്കുകളൊക്കെ എഴുതും. പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. അതനുസരിച്ചാണ് നിങ്ങൾ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ തയ്യാറാക്കുന്നത്. ഇനി പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ അതൊക്കെ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ വെച്ചിട്ട് അതൊക്കെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും കേട്ടോ. അതിന്റെ ടൈം ആകുമ്പോൾ പറഞ്ഞു തരും. അസൈൻമെന്റ് പ്രോജക്റ്റ് ആണെങ്കിലും ഓൺലൈൻ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നേരത്തെ ആയിരുന്നു നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഓൺലൈൻ ആണ്. ഇതെല്ലാം ഓൺലൈൻ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നോട്ട്സ്, നമ്മുടേതായിട്ടുള്ള സ്പെഷ്യൽ നോട്ട്സ് ഉണ്ട്. അത് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. LB അക്കാദമിയുടെ സ്പെഷ്യൽ നോട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് തരും. ദെൻ ഗൈഡുകൾ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഗൈഡുകൾ എല്ലായിടത്തും അവൈലബിൾ ആണ് അല്ല. അപ്പൊ അത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമ്മൾ ഇവിടുന്ന് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി ഡയറക്റ്റ് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഓഫീസിലേക്ക് ഗൈഡുകൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് വരുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് ഡയറക്റ്റ് വന്നാൽ മതി. പക്ഷെ എന്നെ ഒന്ന് മുന്നേ നേരത്തെ പറഞ്ഞേക്കണം, നേരത്തെ വിളിച്ചു പറയണം. മിസ് ഞാൻ ഇന്ന ഡേറ്റിൽ വരുന്നുണ്ട്, ഗൈഡുകൾ എനിക്കൊന്ന് വാങ്ങിച്ചു വെച്ചേക്കാമോ അല്ലെങ്കിൽ ഒന്ന് ഓർഡർ കൊടുത്ത് വെച്ചേക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ നിങ്ങൾ ഡയറക്റ്റ് വന്നാൽ മതി. ഓഫീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് ഗൈഡുകൾ തന്നോളാം. ഓക്കെ, അപ്പൊ അങ്ങനെ വാങ്ങുന്നവരും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്റെ സെന്ററിൽ വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോരെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പക്ഷെ നേരത്തെ അതിനെ ഒന്ന് വിളിച്ചറിയിച്ചേക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഇതെല്ലാം നമ്മൾ തന്നെ ഇവിടെ നൽകുന്നുണ്ട്. പിന്നെ ഇനി കുറെ ആളുകളുടെ സംശയമാണ് ഏജ് ലിമിറ്റ്. ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത്. NIOS +2 ആയാലും 10th ആണെങ്കിലും ഇതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു NIOS 10th അല്ലെങ്കിൽ +2 ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മിനിമം ഏജ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ 10ാം ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത്രയും ഏജ് എന്ന് പറഞ്ഞിട്ട്, അത് +2 ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും ഇത്രയും ഏജ് എന്നുള്ള രീതിയിൽ ഒരു മിനിമം ഏജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാക്സിമം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൂർത്തീകരിക്കാം. അങ്ങനെ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ. ചില ആളുകൾ പറയുന്നത് NIOS ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല. ഈ ഒരു NIOS എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ആണ്, കേന്ദ്ര ഗവൺമെന്റ് കോഴ്സ് ആണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ആരും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നില്ല. ഇത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ഈ ഒരു NIOS എന്ന് പറയുന്നത് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ്. എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ സബ്ജക്ട് കോമ്പിനേഷൻ തെറ്റാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അംഗീകാരമില്ലാതെ പോകുന്നത്. അതല്ലാതെ നമ്മുടെ യാതൊരു പ്രശ്നം, അതായത് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും, PSC എക്സാമുകൾ എഴുതാം, നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം, യാതൊരു പ്രശ്നവും വരുന്നില്ല. നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് സാക്ഷാത്കരിക്കാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് തടസ്സമായിട്ട് നിൽക്കില്ല എന്നുള്ളത് സാരം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ NIOS +2 അല്ലെങ്കിൽ 10th എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സർട്ടിഫിക്കറ്റ് നമുക്ക് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ്, യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ കേരള ഗവൺമെന്റ് വരെ, അതായത് കേരള ഹയർ സെക്കൻഡറി ബോർഡ് വരെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ NIOS 10th ആയാലും +2 ഒക്കെ എഴുതി കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിലുള്ള ബോർഡുകളാണ് നമുക്ക് ഇതിനുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡൊക്കെ നമുക്ക് ഇതിന്റെ തുല്യതാ സർട്ടിഫിക്കറ്റ് അപ്ലൈ തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ NIOS വാല്യുള്ള സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡാണ് നമുക്ക് ഇതിനുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 100% ഇത് വിശ്വസിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഇവിടെ
ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നിങ്ങൾ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ അഡ്മിഷൻ മുതൽ ഒരു കുട്ടി ഇവിടുന്ന് പാസ് ഔട്ട് ആകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഇവിടെ ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ്സുകളാണെങ്കിൽ ഞാൻ എപ്പോഴും LP-യിൽ പഠിക്കുന്ന കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്ന മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനോട് ഡയറക്റ്റ് പറയാ. ഇൻ കേസ് അവര് അനുസരിച്ചില്ല അല്ലെങ്കിൽ അവർ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഫീഡ്ബാക്ക് അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വിവരം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച്, അതായത് കുട്ടികളുടെ അവസ്ഥ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അതനുസരിച്ചാണ് നമ്മളിവിടെ പ്രവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി നമ്മൾ തന്നെ, മീൻസ് ഞാൻ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് തന്നെ പറയാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ LP അക്കാദമി ഓൺലൈൻ ക്ലാസ് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിർത്തുന്നു. NOS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.